കനത്ത തോൽവിക്ക് ശേഷം ആദ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് എം വി ഗോവിന്ദൻ. അപ്രതീക്ഷിത പരാജയമെന്ന് പ്രതികരണം. ടി കെ ഗോവിന്ദനെ വർഗവഞ്ചകനെന്ന് വിളിക്കില്ല, താൻ അടിമയല്ലെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോഴിക്കോട് നോർത്തിലെ തോൽവിക്ക് കാരണം പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് മറിഞ്ഞതെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ. തമിഴ്നാട്ടിൽ ഭരിക്കാൻ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്ന് വിജയ്. പിന്തുണച്ചത് കോൺഗ്രസ് മാത്രം, ഒപ്പം ആരൊക്കെയെന്നതിൽ അവ്യക്തത തുടരുന്നു. രാജിക്ക് തയ്യാറാവാതെ മമത. അമിത്ഷാ നാളെ ബംഗാളിൽ. മമതയെ കാണാൻ അഖിലേഷ് യാദവ് ബംഗാളിലേക്ക്. ലക്ഷ്യം പ്രതിപക്ഷ സഖ്യം ശക്തിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിൽ സമാധാനം തകർക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഭഗവത് മാൻ. തമിഴ്നാട്ടിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. സർക്കാർ രൂപീകരിക്കാൻ നീക്കങ്ങൾ ശക്തം. ഇനി വന്ദേ മാതരത്തിനും ദേശീയ ഗാനത്തിന്റെ തുല്യ പദവി. ലംഘിച്ചാൽ ജാമ്യമില്ലാ കുറ്റം. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവ്. കോവിഡ് കാലത്തിന് സമാനമായ സാഹചര്യമെന്ന് റിപ്പോർട്ട്.